ഹായ് കൂട്ടുകാരെ, സെക്കൻഡ് ചാപ്റ്റർ സ്റ്റെല്ലേറിയം അഥവാ ഗ്രഹണക്കാഴ്ചകൾ. ഈ അധ്യായത്തിൽ സ്റ്റെല്ലേറിയം എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സൂര്യഗ്രഹണം അതുപോലെ മറ്റു ആകാശ കാഴ്ചകളും എങ്ങനെ കാണാമെന്നും അവയുടെ പ്രവർത്തനം എങ്ങനെയാണെന്നും മനസ്സിലാക്കാം. അപ്പൊ ആദ്യം നമ്മളോട് പറയുന്ന ഫസ്റ്റ് പ്രവർത്തനം ക്ലാസ്സിൽ ഒരു ഗ്രഹണക്കാഴ്ച പറഞ്ഞു വരുന്നത് 2010 ജനുവരി 15. പ്രത്യേകം ശ്രദ്ധിക്കുക, 2010 ജനുവരി 15 തിരുവനന്തപുരത്ത് കണ്ട സൂര്യഗ്രഹണം ഏതു രീതിയിലാണ് ദൃശ്യമായതെന്ന് സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 2010 ജനുവരി 15 എവിടെ കണ്ടതാണ്? തിരുവനന്തപുരത്ത് കണ്ട സൂര്യഗ്രഹണം ഏത് രീതിയിലാണെന്നുള്ളത് നമ്മൾ സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കാണണം. അപ്പൊ അതിന് ആദ്യം എന്ത് വേണം? സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ എങ്ങനെ ഓപ്പൺ ചെയ്യാന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മളോട് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ആപ്ലിക്കേഷൻസ് സയൻസ് സ്റ്റെല്ലേറിയം. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ഓപ്പൺ ചെയ്യാന്നുള്ളത്. ആപ്ലിക്കേഷൻസ് സയൻസ് ആയിരുന്നു പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സയൻസ് കാണുന്നുണ്ടോ നോക്കാം. എന്തുകൊണ്ടാണ് സയൻസ് കാണാത്തത്? നമ്മളുടെ സിസ്റ്റംസ് ഒക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അത് കാരണം ചില ഫങ്ഷൻസിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ സയൻസ് കാണൂല. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എഡ്യൂക്കേഷനിലാണ് പോവേണ്ടത്. അപ്പൊ ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, ദെൻ സ്റ്റെല്ലേറിയം. അപ്പൊ സ്റ്റെല്ലേറിയം എങ്ങനെ ഓപ്പൺ ചെയ്യും? ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, സ്റ്റെല്ലേറിയം. അപ്പൊ ഇതാണ് സ്റ്റെല്ലേറിയം തുറന്നു വരുന്നത് അഥവാ തുറന്നു വരുന്ന ജാലകം എന്ന് പറയുന്നത്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ നോക്കുക, ജസ്റ്റ് മൗസ് മൂവ് ചെയ്യുന്ന സമയത്ത് 2 ടൂൾ ബാർ വരുന്നത് അല്ലേ? അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ലൊക്കേഷൻ വിൻഡോ, സ്ഥലം ക്രമീകരിക്കുക. ദെൻ ഡേറ്റ് ആൻഡ് ടൈം, സമയം ക്രമീകരിക്കുക. സെർച്ച് വിൻഡോ, തിരച്ചിൽ ജാലകം. 2 പോയിന്റ്സ് ഇവിടെ കാണുന്നുണ്ട്, അതാണ് ടൂൾ ബാർ. ദെൻ ആകാശഗോളത്തെ സൂര്യന് അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് എന്ത് ചെയ്യാണ്? സ്ക്രീനിന് നടുവിൽ ഉറപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. ആകാശഗോളത്തെ സ്ക്രീനിന് നടുവിൽ ഉറപ്പിക്കാം. ദെൻ ലാസ്റ്റ് വൺ എന്താണ്? പവർ ബട്ടൺ അഥവാ ഫിനിഷിംഗ് പോയിന്റ് ആണ് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്തിനെ? ആദ്യം ഈ 2 ടൂൾ ബാറിനെ സ്റ്റേബിൾ ആക്കി നിർത്തുക അഥവാ ഇതിന് ഈ മൂവ്മെന്റ്സ് ഒഴിവാക്കാനാണ് പറയുന്നത്. അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ടൂൾ ബാർ എന്ന് പറഞ്ഞ 2 പോയിന്റ്സ് കണ്ടല്ലോ, അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പൊ 2 ടൂൾ ബാറും അവിടെ സ്റ്റേബിൾ ആയിട്ടുണ്ട്. അപ്പൊ നമ്മളോട് ഫസ്റ്റിൽ പറയുന്നത് സമയമല്ല, സ്ഥലം ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പൊ സ്ഥലം ക്രമീകരിക്കാണ്. നമ്മൾ ഏതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ? 2010 ജനുവരി 15 എവിടെ കണ്ടതാണ്? തിരുവനന്തപുരം. അപ്പൊ തിരുവനന്തപുരം എന്നുള്ളത് നമ്മൾ ഈ സെർച്ച് ഓപ്ഷനിൽ നമ്മളിവിടെ ടൈപ്പ് ചെയ്യണം. അപ്പൊ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരം സെലക്ട് ചെയ്താൽ ഈ റെഡ് ആരോ മാർക്കിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കട്ടോ. അപ്പൊ ഇവിടെ ഞാൻ തിരുവനന്തപുരം ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് തിരുവനന്തപുരം ഇന്ത്യ സെലക്ട് ചെയ്യുമ്പോൾ റെഡ് ആരോ മാർക്ക് ശ്രദ്ധിക്കുക. എന്ത് ചെയ്തിട്ടുണ്ട്? തിരുവനന്തപുരം ഇന്ത്യ എന്നുള്ള സ്ഥലത്തോട്ട് എന്ത് ചെയ്തു? ആരോ മാർക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ലൊക്കേഷൻ സെലക്ട് ചെയ്തു. ഇനി ഇത് ക്ലോസ് ചെയ്യാം. ദെൻ സെർച്ച് വിൻഡോയിൽ പോയിട്ട് നിങ്ങൾ ആരെ കാണണം? സൺ എന്ന് ടൈപ്പ് ചെയ്യുക. എൻ്റർ അടിച്ചു കൊടുത്തു. അപ്പൊ നമുക്ക് സണ്ണിനെയും കിട്ടി. തിരുവനന്തപുരത്ത് സണ്ണിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അഥവാ സൂര്യനെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി സമയം നമ്മളോട് പറഞ്ഞിരുന്നത് എന്തായിരുന്നു? അപ്പൊ ഡേറ്റ് ആൻഡ് ടൈമിൽ പോവുക. 2010 അല്ലേ? അപ്പൊ ഇവിടെ 2020 ആണ് കാണുന്നത്. 2 ആരോ മാർക്ക് കാണുന്നുണ്ട്. ഒന്ന് എന്ത് ചെയ്യാന്? ആഡ് ചെയ്യുക അഥവാ വർഷം കൂട്ടാനും ഒന്ന് കുറക്കാനും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണേ? 2010. ദെൻ നെക്സ്റ്റ് വരുന്നത് ജനുവരി, ദെൻ 15. അപ്പൊ 2010 ജനുവരി 15. ഇനി ഇതിൽ സമയം കൊടുക്കണം. 11:15 അല്ലേ? അഥവാ 11:15 പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാണ്? ഞാൻ 11:15 കൊടുത്തപ്പോ ഡേറ്റ് ആൻഡ് ടൈം സെറ്റ് ആയി. അപ്പൊ അവിടുത്തെ ആകാശ കാഴ്ചയാണ് ഈ കാണുന്നത്. കാണുന്നുണ്ടല്ലോ? അപ്പൊ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ആകാശ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സൂമിങ് കൊടുക്കുക അഥവാ നമ്മൾക്ക് എന്ത് ചെയ്യണം? മൗസ് സൂം ഇന്നും സൂം ഔട്ടും കൊടുക്കാൻ വേണ്ടിയിട്ട് മൗസിന്റെ സ്ക്രോൾ വീൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ സ്ക്രോൾ വീൽ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കാണാം നമുക്ക് സൂര്യനിലോട്ട് ചന്ദ്രന്
അടുത്തിരിക്കുന്ന അഥവാ ചന്ദ്രൻ എന്ത് ചെയ്യണേ അങ്ങോട്ട് പ്രവേശിക്കുന്നത് പോലെ കാണാം അല്ലെ. അപ്പൊ അവിടുത്തെ സൂര്യഗ്രഹണം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി നിങ്ങളോട് പറയുന്നത് എന്താണ്, അവിടെ പല സമയങ്ങളിലായിട്ട് നിങ്ങളോട് സൂര്യഗ്രഹണം കാണാൻ പറയുന്നുണ്ട് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണേ, ഡേറ്റ് ആൻഡ് ടൈമിൽ പോയിട്ട് സമയം മാത്രം മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പൊ ഇതിൽ നിങ്ങളോട് ജസ്റ്റ് പറയുന്നത് 12 മണിയാണെങ്കിൽ, അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഇതില് 12 മണി പറയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, നമ്മള് 12 കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ഒരു മാറ്റം നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അതേപോലെ തന്നെ 12, 40, 13, 15 ഇതൊക്കെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ടാമത്തെ പ്രവർത്തനം ശ്രദ്ധിക്കുക, ഗ്രഹണം ഒരേ സമയം വ്യത്യസ്ത സ്ഥലങ്ങളിലാണ്. അപ്പൊ സമയം ഇത് തന്നെ, ഏത് 11:15 എന്നുള്ള സമയം തന്നെ. അപ്പൊ എന്ത് ചെയ്യുന്നേ, ഈ 11:15 എന്നുള്ള സമയത്ത് നമുക്ക് സ്ഥലം ആണ് എന്ത് ചെയ്യുന്നത്, മാറ്റുന്നത്. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്തു, ജസ്റ്റ് സമയം അത് കൊടുത്തിട്ട് സ്ഥലം ഞാൻ കാസർഗോഡ് കൊടുക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കാസർഗോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാല് അവിടെ ജസ്റ്റ് എന്താണ് സംഭവിക്കുന്നുള്ളത് നോക്കാം. അപ്പൊ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, വിൻഡോ മൂവ് ചെയ്യുക. അപ്പൊ ആ സമയത്ത് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ജസ്റ്റ് നമുക്ക് സമയം മാറ്റി കൊടുത്തു നോക്കാം, എന്നിട്ട് എന്താണ് സംഭവിക്കുന്നുള്ളത് കാണുന്നുണ്ടോ. അപ്പോൾ ഓരോന്നിനും ഓരോന്നായിട്ടുള്ള കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ ആണല്ലോ. ദെൻ മൂന്നാമത്തെ പ്രവർത്തനം വ്യത്യസ്ത ഗ്രഹണങ്ങളാണ് പറയുന്നത്. അപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് സ്ഥലവും സമയവും സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറിൽ ക്രമീകരിക്കാൻ, തുടർന്ന് സൂര്യഗ്രഹണം ദൃശ്യമാവുന്ന രീതി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സ്ഥലം ആദ്യം പറയുന്നത് കോട്ടയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണേ, കോട്ടയം. അപ്പൊ എന്ത് ചെയ്തു, കോട്ടയം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണേ, സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അവിടെ പറയുന്നത് കോട്ടയാണെങ്കിൽ പോലും തീയതി പറയുന്നത് അഥവാ ഡേറ്റ് ആൻഡ് ടൈം പറയുന്നത് 2031. അപ്പൊ 2031 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കൊടുക്കാം. മെയ് 21 കേട്ടോ പറയുന്നത്. 2031 മെയ് 21, സമയം 11:10 മുതലാണ് കാണുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന്, അവിടെ 11:10 കൊടുത്തു. ഇനി 11:10 മുതൽ 15 വരെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണേ, 11:10 കൊടുത്ത് എന്താണ് സംഭവിക്കുന്നുള്ളത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അവിടെ ഇപ്പോൾ ഒന്നും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് സ്ക്രോൾ വീൽ ഉപയോഗിച്ച് സൂമിങ് അങ്ങനെ കൊടുക്കാം. ഇപ്പൊ അതവിടെ കാണുന്നുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് അതിനെ സ്ക്രോൾ വീൽ ഉപയോഗിച്ച് സൂം ചെയ്ത് നോക്കുക. അപ്പൊ അതിലെ സൂര്യഗ്രഹണം ഭാഗികമായിട്ടാട്ടോ അതോ പൂർണ്ണമായിട്ടാണോ വലയ സൂര്യഗ്രഹണമാണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പൊ സൂര്യഗ്രഹണം ഭാഗികമായിട്ടാണോ വലയ സൂര്യഗ്രഹണമാണോ എങ്ങനെയാണ് എന്നുള്ളത് എന്ത് ചെയ്യണം, നിങ്ങൾ കണ്ടെത്തി എഴുതണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.